നമസ്കാരം. സിൽവർ ഫെദർ ടാരോട്ടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഗൈഡൻസ് നൽകാൻ ആണ് ചെയ്യുന്നത്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരാനുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ആദ്യമായി ടെമ്പറൻസ്. മൂൺ. വീൽ ഓഫ് ഫോർച്യൂൺ. ടവർ. സിക്സ് ഓഫ് വാൻഡ്സ്. ഈ റീഡിംഗ് കാണുന്ന കുറേ പേർക്ക് ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫർമേഷൻ സ്റ്റേജിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഈ ട്രാൻസ്ഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടവർ കാർഡ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പാസ്റ്റിനെ ആകപ്പാടെ തകർത്ത് കളഞ്ഞ് നിങ്ങളെ ഒരു പുതിയ ലക്ഷ്യത്തിലേക്ക് നയിക്കുകയാണ് യൂണിവേഴ്സ് ചെയ്യുന്നത്. ഒരു വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. പലർക്കും ഒരു ഭാഗ്യനിർഭാഗ്യങ്ങളുടെ ഒരു വഴിത്തിരിവാണ് മുന്നോട്ട് വരാൻ പോകുന്നത്. നിങ്ങളുടെ കുറേ കാർമിക് കടങ്ങൾ ഇതോടെ ഒരു വലിയൊരു ഭാഗം കാർമിക് കടങ്ങൾ നിങ്ങളുടെ തീർന്നു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇതിനു മുന്നേ കുറേ പേര് ഒരു സ്പിരിച്വാലിറ്റി, ഇൻറ്റ്യൂഷൻ അങ്ങനത്തെ ഒരു ഭാഗത്തിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. കുറേ നാളായി നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും ഒരു അവ്യക്തത. ചില ദിവസങ്ങൾ പോസിറ്റീവായിരിക്കും, പോസിറ്റീവും നെഗറ്റീവും മാറി വന്ന് അപ്സ് ആൻഡ് ഡൗൺസ്, ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഫേസ് ചെയ്ത് കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുടെ എനർജി ലഭിക്കുന്നുണ്ട്. ഒരു ബാലൻസ് നിങ്ങൾ കണ്ടെത്താൻ പോവുകയാണ്. വളരെയധികം പേര് ഒരു ബാലൻസ്, ഇതുവരെ ഒരു കടലിലെ തിരമാല പോലെ മുങ്ങിയും പൊങ്ങിയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരുപാട് പേരുടെ എനർജിയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എവിടെ ചെന്നെത്തും എന്നറിയാതെ, അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്നറിയാതെ വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷെ ഇതെല്ലാം നിങ്ങളുടെ ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇതുവരെ നിങ്ങൾ പിന്തുടർന്നു പോകുന്ന ജീവിതത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു മേഖലയിലേക്കാണ് നിങ്ങളെ യൂണിവേഴ്സ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ടവർ മൂവ്മെൻറ്റിന് ശേഷം സിക്സ് ഓഫ് വാൻഡ്സ്, സക്സസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കുറേ ഒരു വല്ലാത്തൊരു പെട്ടെന്നൊരു ചേഞ്ച്, നിങ്ങൾക്ക് വളരെ നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്ന തരത്തിൽ, നിങ്ങളിതുവരെ അടിത്തറ ഇളക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റമാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങളുടെ വിധിയുടെ ഒരു ഭാഗമായിട്ടാണ്, നമ്മുടെ പ്രവർത്തനങ്ങളുടെയും വിധിയുടെയും ഒരു ഭാഗമായിട്ടാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് ശേഷം നമ്മൾ സക്സസ്സിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂണിവേഴ്സിൽ 100% നിങ്ങൾ ട്രസ്റ്റ് വയ്ക്കുക. ഇപ്പോഴത്തെ കഷ്ടപ്പാടും ദുരിതവും ബുദ്ധിമുട്ടും എല്ലാം താൽക്കാലികം മാത്രമാണ്. ഇത് വളരെ പെട്ടെന്ന് അവസാനിക്കും, അധിക കാലതാമസമില്ല. അതിൻ്റെ ഒരു അവസാനത്തിൽ, നിങ്ങൾ ഈ ദുർഘടസന്ധിയുടെ അവസാനത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ എടുക്കാം ടവർ എന്തിന് പുറത്താണെന്ന്. കിങ് ഓഫ് വാൻഡ്സ്, നയൻ ഓഫ് കപ്സ്, ഫോർ ഓഫ് വാൻഡ്സ്. അതായത് നിങ്ങളുടെ പാഷൻ പിന്തുടരാനാണ് പറയുന്നത്. ഇതുവരെ പലരും നിങ്ങൾക്ക് ഇതുവരെ ചെയ്തിരുന്ന ജോലി അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ
പോയിക്കൊണ്ടിരുന്ന ജീവിത സാഹചര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരമല്ലായിരിക്കാം, പോകേണ്ടി വന്നതായിരിക്കാം പലർക്കും. അവരുടെ ഒരു പാഷൻ, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു പാഷൻ ഉണ്ടായിരിക്കാം. അത് കണ്ടെത്താൻ, നിങ്ങളത് കണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടവർ മൊമെൻ്റ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളറിയാത്ത ഒരുപാട് കഴിവുകൾ ഉറങ്ങിക്കിടപ്പുണ്ട്. നിങ്ങളുടെ ഉള്ളിലൊരു പാഷനുണ്ട്. അത് നിങ്ങളെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് ഈ ടവർ മൊമെൻ്റ് വന്നിരിക്കുന്നത്. യൂണിവേഴ്സിൻ്റെ അഡ്വൈസ് അനുസരിച്ച് പോയാൽ നിങ്ങൾക്കൊരു ജീവിതത്തിൽ ഒരു ബാലൻസ് ഉണ്ടായിരിക്കും. അതുപോലെ കിങ് ഓഫ് വാൻസ് എനർജിയിൽ എത്താനാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, യൂണിവേഴ്സിൻ്റെ അഡ്വൈസ് അനുസരിച്ച് പ്രവർത്തിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് സെലിബ്രേഷൻ, ഹാർമണി, സന്തോഷം ഒക്കെയാണ്. അതായത് നിങ്ങളുടെ പാഷനെ പിന്തുടരുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് പ്രധാനമായി നൽകിക്കൊണ്ടിരിക്കുന്ന അഡ്വൈസ്. ഒരു പക്ഷേ നിങ്ങൾക്കതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. ഇതുവരെ പിന്തുടർന്നു പോകുന്നൊരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് മാറുമ്പോൾ കുടുംബാംഗങ്ങളുടെ എതിർപ്പുണ്ടാവാം, സമൂഹത്തിൻ്റെ എതിർപ്പുണ്ടായിരിക്കാം. ഒരു ഉദാഹരണത്തിന്, നല്ലൊരു ജോലി രാജിവെച്ച്, ബാങ്കിലെ ജോലി, സ്ഥിരമായ വരുമാനമുണ്ട്, സമൂഹത്തിൽ ആദരവുണ്ട്, അത് രാജിവെച്ച് എഴുത്തുകാരനാവാൻ താല്പര്യപ്പെട്ടു പോയ പലരെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം നിങ്ങൾ. ഇവരെല്ലാം ജീവിതത്തിൽ വളരെയധികം സക്സസ് നേടിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? അവരുടെ ഉൾവിളി അനുസരിച്ച് അവരുടെ പാഷൻ പിന്തുടർന്നുകൊണ്ടാണ്. അതുപോലെ ഈ റീഡിംഗ് കാണുന്ന പലർക്കും യൂണിവേഴ്സിൻ്റെ മെസ്സേജ് അതാണ്, ഫോളോ യുവർ പാഷൻ. നമുക്ക് മൂൺ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എ ടൈം ഫോർ ഹീലിംഗ്. യുവർ ഡ്രീംസ് നീഡ് എ പ്രാക്ടിക്കൽ പ്ലാൻ. ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കൊരുപാട് ഡ്രീംസ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും പല പല സാഹചര്യങ്ങളും ഒക്കെ കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ഡ്രീംസ്, സ്വപ്നങ്ങൾ എല്ലാം നിങ്ങളൊരു പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കാം. നിങ്ങളോട് നിങ്ങളുടെ പാഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്തുടരാനുള്ള സമയമായി എന്നാണ് യൂണിവേഴ്സ് നൽകുന്ന സന്ദേശം. ചിലർക്ക് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നുണ്ട്. അതായത് ഇത്രയും കാലം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് സ്വന്തം ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ച ഒരുപാട് പേരുണ്ടായിരിക്കാം. തൽക്കാലത്തേക്ക് ഇത്രയും നാൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചല്ലോ, ഇനി കുറച്ച് അവനവന് വേണ്ടി ജീവിക്കാൻ നിങ്ങൾ പഠിക്കുക എന്നാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ്. ഷോ ദ വേൾഡ് ദ റിയൽ യു. ഇതിൽ മേലെ ഇനി എന്താ വേണ്ടത്? അതായത് നിങ്ങൾ ഇതുവരെയുള്ളൊരു വ്യക്തിയേ അല്ല. നിങ്ങളുടെ ഉള്ളിൽ വളരെ ശക്തനായ അല്ലെങ്കിൽ ശക്തിയായ മറ്റൊരു വ്യക്തി ഉറങ്ങിക്കിടപ്പുണ്ട്. അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരിക, ഉണർത്തിയെടുക്കുക. നിങ്ങളുടെ ജീവിതം എന്തായാലും മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് യൂണിവേഴ്സിൻ്റെ സജഷൻ. നമുക്കൊരു സ്പിരിറ്റ് ആനിമൽ കാർഡ് കൂടി എടുത്ത് ഈ റീഡിംഗ് അവസാനിപ്പിക്കാം. നിങ്ങളുടെ സ്പിരിറ്റ് ആനിമലിൻ്റെ സന്ദേശം എന്താണെന്ന് കൂടി നോക്കാം. ബി അറ്റ് ഹോം. ഇതെന്താ വരുന്നത് നോക്കാം. ടർക്കി സ്പിരിറ്റ്, ഗീവ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഗ്രേസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്ക് ജീവിതത്തിൽ ഇത്രയും നാൾ ദൈവം തന്ന അല്ലെങ്കിൽ യൂണിവേഴ്സ് തന്ന കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഡാർക്ക് സ്പിരിറ്റ്, ബി ലോയൽ ടു വാട്ട് യു ലവ്. അത് തന്നെ,
നിങ്ങളുടെ പാഷൻ എന്താണ്, അതിനോട് കമ്മിറ്റഡ് ആയിരിക്കുക. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, അതിനോട് ലോയലായിരിക്കുക. ഡോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞൂടെ, ഏറ്റവും മനുഷ്യനോട് ലോയലായിട്ടുള്ള മൃഗമാണ്. അതുപോലെ നിങ്ങളുടെ പാഷനോട് നിങ്ങൾ കമ്മിറ്റഡ് ആയിരിക്കുക. അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലതേ വരൂ. റീഡിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.